ത്രിലോകിനെ തിരക്കി കാർത്തിയും നവീനും റൂമിലേക്ക് വരുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഓപ്പണായി കിടക്കുന്ന ബാൽക്കണി ഡോർ കണ്ട് അവൻ അവിടേക്ക് നടന്നു. പ്രതീക്ഷിച്ചതുപോലെ കയ്യിലൊരു സിഗരറ്റും പിടിച്ച് നിലത്ത് മലർന്നു കിടപ്പുണ്ട് ആള്. അടുത്തായി കുടിച്ചു തീർത്ത മദ്യക്കുപ്പിയും. ആ, മോനിവിടെ മുകളിലേക്ക് സ്വപ്നം കണ്ട് കിടന്നോ? നാളത്തെ ദിവസത്തെക്കുറിച്ച് ഒരു ചിന്തയും വേണ്ട. കാർത്തി അല്പം ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. കൂടെ നവീനും. നാളെ എന്താടാ പുല്ലേ, എൻ്റെ ശവമടക്കാണോ? എടുത്തടിച്ച പോലുള്ള ആ വാക്കുകൾക്ക് മറുപടിയായി കാർത്തി അവനെ ഒന്ന് ചിറഞ്ഞു നോക്കി. നാളെ കഴിഞ്ഞാൽ നിന്റെ വിവാഹമല്ലേ ത്രിലോക്? ലൈഫിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് വേണ്ടേ നിനക്ക്? ആയുസ്സില്ലാത്ത വിവാഹത്തിന് സന്തോഷിച്ച് അറമാദിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെയല്ല ഞാൻ നാളെ സ്വന്തമാക്കാൻ പോകുന്നത്. മനസ്സിൽ പോലും ഇല്ലാത്തൊരു മുഖത്തിൻ്റെ ഉടമയാണ്. അവനൊരു പുച്ഛത്തോടെ പറഞ്ഞു. ശിവദ നിന്റെ മനസ്സിൽ ഇല്ലാത്തത് കൊണ്ടാവുമല്ലേ ത്രിലോക് നീ അവളുടെ സമ്മതമില്ലാതെ ദിവസങ്ങൾക്ക് മുന്നേ വിവാഹം കഴിച്ചതും തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തെ പോലും മറന്നുകൊണ്ട് ഇപ്പോൾ അവളുടെ ജീവൻ രക്ഷിക്കാൻ നടക്കുന്നതും. അത് കേട്ട് ത്രിലോക് ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റു. സ്റ്റോപ്പ് ദ യൂസ്ലെസ് ടോക്ക് കാർത്തി. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് അവളോട് പ്രണയമാണെന്നാണോ? എന്നാൽ അത് നിന്റെ മിസ്റ്റേക്കാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ അവളെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആണ് എന്ന്, അല്ലാതെ പ്രണയിക്കാനല്ല. യു നോ, എനിക്ക് അവളോട് സ്നേഹമില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇഷ്ടമാണ് എനിക്കവളെ. ബട്ട് അതൊരിക്കലും ഒരു പ്രണയത്തിൻ്റെ രൂപത്തിലല്ല. പ്രണയം എന്ന വികാരത്തിൽ ഈ നിമിഷം വരെ ഞാൻ ശിവയെ കണ്ടിട്ടില്ല. എനിക്കതിന് കഴിയില്ല. പ്ലീസ് ബിലീവ് മീ. വാക്കുകളിൽ അസ്വസ്ഥത നിറച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ അവർ ഇരുവരും അവനിൽ തന്നെ ശ്രദ്ധ കൊടുത്തിരുന്നു. ഇനി മുന്നിൽ മരണമാണോ അതോ ജീവിതമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ മനസ്സിൽ ഒന്നേയുള്ളൂ, എന്നെക്കൊണ്ട് കഴിയും വിധം എനിക്കവളെ സേവ് ചെയ്യണം. മറ്റൊന്നിനെക്കുറിച്ചും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. ഓക്കെ ഫൈൻ, ഞങ്ങളിത് വിശ്വസിക്കുന്നു. പക്ഷേ മറ്റൊരു കാര്യം ഈ അവസരത്തിൽ നിന്നോട് ചോദിക്കട്ടെ ത്രിലോക്. നീ ഇപ്പോൾ ശ്രമിക്കുന്നത് ശിവയുടെ ജീവൻ രക്ഷിക്കാനായിരിക്കാം. ബട്ട് അവൾക്കും നിനക്കും ഒന്നും സംഭവിക്കാതെ ഈ കുരുക്കിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടാൽ പിന്നെ എന്താ നിന്റെ ഡിസിഷൻ? വിൽ യു ലീവ് ഹർ? ഒരു നിമിഷം കാർത്തിയുടെ ആ ചോദ്യം ത്രിലോകിൻ്റെ നെഞ്ചിൽ തന്നെ വന്നുകൊണ്ടു. അങ്ങനെ ഒന്നിനെക്കുറിച്ചും അവൻ ഈ നിമിഷം വരെ ചിന്തിച്ചിരുന്നില്ല. എന്താ മറുപടിയില്ലേ നിനക്ക്? കാർത്തി, ഞാൻ എത്രയൊക്കെ അവളെ എന്നിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ ശ്രമിച്ചാലും അവൾ എന്നിൽ നിന്ന് അകന്നു പോകില്ല. ശിവയുടെ പ്രണയം അത്രയും തീവ്രമാണ്. അവളുടെ മരണത്തിലൂടെ അല്ലാതെ അവൾ എന്നെ വിട്ടു പോകില്ല. ഇത് അവളുടെ സൈഡിൽ നിന്നുള്ള റിപ്ലൈ ആണ് ത്രിലോക്. ഞാൻ ചോദിച്ചത് ഇനിയുള്ള നിന്റെ തീരുമാനത്തെക്കുറിച്ചാണ്. അതാ ഞങ്ങൾക്ക് അറിയേണ്ടതും. കാർത്തിക് അവനെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. ആ കാര്യത്തെക്കുറിച്ച് ഞാനായിട്ട് ഒരു ഡിസിഷനും ഇതുവരെ എടുത്തിട്ടില്ല. ആദ്യം ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന് നോക്കട്ടെ, പിന്നല്ലേ ബാക്കി. അലസമായി അതും പറഞ്ഞുകൊണ്ടവൻ ലേറിങ്ങിൽ ചാരി ദൂരേക്ക് മിഴികൾ നട്ടു നിന്നു. അവൻ്റെ ആ മറുപടിയിൽ കാർത്തി ഒന്ന് നിശ്വസിക്കുക മാത്രം ചെയ്തു. നിങ്ങളിത് എവിടെയായിരുന്നു ഇതുവരെ? എവിടേക്കാ പോയത് എന്ന് പറഞ്ഞതുമില്ല, ഫോൺ വിളിച്ചിട്ടിട്ട് കിട്ടുന്നുമില്ല. രാത്രിയിലുള്ള അത്താഴവും കഴിച്ച് ബാലനും സേതുവും ഉമ്മറത്തിരിക്കുമ്പോഴാണ് അശോകനും ആദിയും മടങ്ങി വന്നത്. ഉമ്മറത്തേക്ക് കയറിയതും ബാലൻ്റെ ചോദ്യവും എത്തിയിരുന്നു. ഞാൻ എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കാണാൻ പോയതാ. ഇവിടെ നിന്ന് അല്പം ദൂരമുണ്ട് അവിടേക്ക്. അതാ പിന്നെ ഇവനെയും വിളിച്ചുകൊണ്ട് പോയത്. സേതുവിനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അശോക് ബാലനോടായി അത് പറയുമ്പോൾ അയാളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ സേതുവിന് കാര്യം പിടികിട്ടി. അതിൻ്റെ ഒരു ഞെട്ടൽ സേതുവിൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. എന്നാ പിന്നെ നിനക്കെങ്കിലും ഒന്ന് ഫോൺ എടുത്തുകൂടായിരുന്നോ ചെക്കാ? വെറുതെ ബാക്കിയുള്ളവരെ പേടിപ്പിക്കാനായിട്ട്. എൻ്റെ പൊന്നച്ഛ, ഞാൻ വന്നില്ലേ, ഇനി എന്താ? ആദ്യം അല്പം നീരസത്തോടെ പറയുമ്പോൾ ബാലൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. ആ വന്നോ? അശോകേട്ടൻ ഇതെവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയോ? ആ പൊട്ട ഫോണിലാണെങ്കിൽ ബെൽ പോലും കേൾക്കണില്ലായിരുന്നു. പുറത്തേക്ക് വന്ന തൻ്റെ ഭാര്യയുടെ ശകാരം കേൾക്കെ അശോകൻ ഒന്ന് പുഞ്ചിരിച്ചു. അശോക, നിന്നെ കണ്ട് ഒരു വിവരം പറയാനാ ഞങ്ങളിവിടെ കാത്തിരുന്നത്. കാര്യം മറ്റൊന്നുമല്ല, അച്ഛനും അമ്മയും ഞങ്ങൾ എല്ലാവരോടുമായി ഒരു കാര്യം അറിയിച്ചു. അതറിയാൻ ഇനി നിങ്ങളെ ബാക്കിയുള്ളൂ. എന്ത് കാര്യം? അയാൾ സംശയത്തോടെ ചോദിച്ചു. നാളെ കഴിഞ്ഞാൽ പിറ്റേന്ന് നന്ദുവിൻ്റെയും ശിവയുടെയും വിവാഹമാണത്രേ. ബാലൻ അത് പറയുമ്പോൾ അശോക ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ എന്തോ ഓർത്തതുപോലെ അയാൾ മെല്ലെ ഒന്ന് ചിരിച്ചു. ആ, അവൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. വിവാഹം കഴിക്കുന്നതും ഒന്നിച്ച് ജീവിക്കുന്നതും അവരല്ലേ. ആ അവർക്കില്ലാത്ത വിരോധം എന്തിനാ നമുക്ക്? അയാൾ അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുമ്പോൾ ബാക്കി എല്ലാ മുഖങ്ങളിലും ഞെട്ടലായിരുന്നു. കാരണം കാര്യം അറിയുന്നതും ഒരു പൊട്ടിത്തെറിയായിരുന്നു അശോകിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നും. അങ്കിൾ. മുകളിലേക്കുള്ള സ്റ്റെയർ കയറാൻ ഒരുങ്ങുമ്പോഴാണ് അശോക് പിന്നിൽ നിന്നുള്ള ആദിയുടെ വിളി കേൾക്കുന്നത്. അയാൾ ഒരു മാത്ര അവനെ നേരെ തിരിഞ്ഞു. എന്താ ആദി? അങ്കിൾ എന്താ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? കാര്യം പിടികിട്ടിയെങ്കിലും അയാൾ ഒരു കളിയോടെ ചോദിച്ചു. അങ്കിൾ,
ദേ വെറുതെ എന്നെ കളിപ്പിക്കല്ലേ. ശിവയെ എങ്ങനെയും ത്രിലോകേട്ടൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനല്ലേ അങ്കിൾ ശ്രമിക്കുന്നത്? പിന്നെ നാളെ കഴിഞ്ഞാൽ വിവാഹമാണെന്ന് അറിഞ്ഞിട്ട് മുഖത്തെന്താ ഒരു സന്തോഷഭാവം? ആദി അയാളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ ആദി, ശിവ എന്ന എൻ്റെ കണ്ണിലെ കരട് ഇനി കേവലം 2 രാത്രി കൂടെ ഇവിടെ ഉണ്ടാകും. പിന്നെ ഈ തറവാട്ടിലെന്നല്ല, എൻ്റെ മകൻ്റെ ജീവിതത്തിൽ പോലും അവൾ ഉണ്ടാവില്ല. യോഗീശ്വരൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾ വെറുമൊരു ഓർമ്മ മാത്രമാണ്. മരണം കാത്തിരിക്കുന്ന അവളെ ഞാൻ എന്തിനു ഭയക്കണം? പിന്നെ ആദി, നാളത്തെ ദിവസം നമുക്കൊന്ന് ആഘോഷിക്കണം. ആർക്കും ഒരു സംശയവും നമ്മുടെ നേരെ തോന്നാത്ത വിധം നമ്മൾ നാളെ അവൾക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കണം ഇവിടെ. വേണ്ടതെല്ലാം നീ അറിഞ്ഞു ചെയ്യണം. വർഷങ്ങൾക്ക് ശേഷമുള്ള പാലക്കൽ തറവാട്ടിലെ വിവാഹമല്ലേ, അതും എൻ്റെ മകൻ്റെ. നമ്മളായിട്ട് ഒട്ടും കുറയ്ക്കണ്ട. അവൻ്റെ തോളിൽ ഒന്ന് തട്ടി ചിരിയോടെ അയാൾ മുകളിലേക്കുള്ള പടികൾ കയറിപ്പോകുമ്പോൾ ആദി എന്തൊക്കെയോ ആലോചനയോടെ അവിടെ തന്നെ നിന്നു. കുളി കഴിഞ്ഞിറങ്ങിയ അശോകനെ കാത്ത് സുജി റൂമിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ബെഡിലുണ്ടായിരുന്ന ഉണങ്ങിയ തുണികളെല്ലാം മടക്കി വെക്കുന്നതിനിടയിൽ ആണ് ഇരു കൈകൾ അവരെ പിന്നിൽ നിന്ന് പുണർന്നത്. എന്താ ഭാര്യയെ, മുഖത്തൊരു ഗൗരവം? അയാൾ അവരെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു. അശോകേട്ടൻ സത്യത്തിൽ എവിടെയായിരുന്നു ഇതുവരെ? അതും എന്നോടൊരു വാക്കുപോലും പറയാതെ ഇറങ്ങിപ്പോ. എടോ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയതാ. 2 ദിവസം മുന്നേ അവൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. എന്തായാലും ഞാനിവിടെ വെറുതെ നിൽക്കുമല്ലേ, എന്നാ പിന്നെ പോയി കണ്ടിട്ട് വരാമെന്ന് കരുതി. അല്പം ദൂരെയുണ്ട് അവിടേക്ക്, അതാ പിന്നെ ആദ്യയും കൂടെ കൊണ്ടുപോയത്. അയാൾ മുഖത്തൊരു ഭാവവ്യത്യാസമില്ലാതെ പറയുമ്പോൾ ആ വാക്കുകൾ അവർ വിശ്വസിക്കുകയും ചെയ്തു. സുജി, നാളെ രാവിലെ തന്നെ ശിവയും കൊണ്ട് ടെക്സ്റ്റൈൽസിൽ പോയി അവൾക്ക് വിവാഹത്തിന് കൊടുക്കാനുള്ള ഡ്രസ്സ് എടുക്കണം. സേതുവും നിതയും അതൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മകൻ്റെ പെണ്ണാവാനുള്ളതല്ലേ അവൾ, അതുകൊണ്ട് നീ തന്നെ എല്ലാം വാങ്ങിക്കൊടുക്കണം. ഒരു വേള അശോകിൻ്റെ ആ വാക്കുകൾ കേൾക്കെ സുജി ഒരു നെട്ടലോടെ അയാളിൽ നിന്ന് അകന്നു മാറി. എന്താടോ? അല്ല, അശോകേട്ടൻ തന്നെയാണോ ഈ പറയണേ? ശിവയെ കണ്ണിന് നേരെ കണ്ടുകൂടാത്ത ആൾക്ക് ഇതിപ്പോൾ എന്തു പറ്റി? അവർ വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു. സുജി, നിനക്കറിയില്ലേ, നമ്മുടെ മകൻ്റെ വാശിയിൽ അവന് മുന്നിൽ ആരുമില്ല. ഒന്ന് അവന് വേണം എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ മുകളിലിരിക്കുന്ന പരമാത്മാവ് ഇറങ്ങിവെന്ന് പറഞ്ഞാൽ പോലും അവൻ അതിൽ നിന്ന് പിന്മാറില്ല. ഞാൻ എതിർത്താലും ഇല്ലെങ്കിലും അവൻ അവളെ തന്നെ കെട്ടും. അതെനിക്ക് ഇപ്പോൾ ഉറപ്പാണ്. ശിവ നല്ല കുട്ടിയെ അശോകേട്ടാ. പവിക്കും നമ്മുടെ മോൾക്കും ഇല്ലാത്ത നല്ലൊരു സ്വഭാവം ഉണ്ട് ആ കുട്ടിക്ക്. നിറത്തിൻ്റെയും പുറത്ത് ആർക്കും അറിയാത്ത ജാതകദോഷവും ഉണ്ടെന്നൊഴിച്ചാൽ ഒരു സാധുവാണ് അത്. എല്ലാം എനിക്ക് അറിയാടോ. ഞാനായിട്ട് ഇനി എതിര് നിൽക്കുന്നില്ല. എല്ലാം അവൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. അത് കേൾക്കെ അവർ നിറഞ്ഞ സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. നഗ്നമായ തൻ്റെ നെഞ്ചിലേക്ക് അയാൾ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ ഉള്ളിൽ പല കണക്കുകൂട്ടലുകളും ഉടലെടുക്കുന്നുണ്ടായിരുന്നു. ആവി പറക്കുന്ന ദോശക്കല്ലിലേക്ക് എണ്ണ പുരട്ടി കലക്കി വെച്ചിരുന്ന മാവിൽ നിന്ന് ഒരു തവി ഒഴിച്ച് നന്നായി ചുറ്റിച്ചു പരത്തി. ശേഷം അല്പം നെയ്യ് കൂടെ അതിലേക്ക് ഒഴിച്ചുകൊണ്ട് അവർ അടുത്തിരുന്ന ധ്രുവിനെ ഒന്ന് നോക്കി. കയ്യിൽ പാത്രവും പിടിച്ച് ദോശയ്ക്കായി കാത്തു നിൽക്കുന്നവനെ അവർ ഒരു പുഞ്ചിരിയോടെ നോക്കി. നീ എത്ര ദിവസമായി ചെക്ക അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോയിട്ട്? വന്ന് വന്ന് ദൈവവിചാരം ഇല്ലാണ്ടായി നിനക്ക്. സുഹാസിനി അവന് നേരെ ശാസനയോടെ ശബ്ദമുയർത്തുമ്പോൾ ധ്രുവ് അവരെ കണ്ണുകൾ ചിമ്മി നോക്കി. നിനക്ക് കൂടെ വേണ്ടി എൻ്റെ അമ്മക്കുട്ടി പ്രാർത്ഥിക്കണുണ്ടല്ലോ, അത് മതി. ഉവ്വ് കാള പോലെ വളർന്നിട്ടും അമ്മയുടെ സാരത്തുമ്പിൽ പിടിച്ച് കൊഞ്ചുവാ ചെക്കൻ. നോക്കിക്കോ, അധികം വൈകാതെ നിന്നെ പിടിച്ച് പെണ്ണ് കെട്ടിക്കും ഞാൻ. അതിന് അമ്മയുടെ മോള് സമ്മതിക്കണില്ലല്ലോ. ശബ്ദം താഴ്ത്തി അവൻ മെല്ലെയാണ് പറഞ്ഞതെങ്കിലും അടുത്തു നിന്ന സുഹാസിനി അത് വ്യക്തമായി കേട്ടു. കണ്ണാ, നിനക്ക് അത്രയും ഇഷ്ടമാണോടാ എൻ്റെ മോളെ? അത് കേട്ട് ധ്രുവ് മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒത്തിരി ചെറുതായി പോകും അമ്മേ. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എനിക്ക് ശിവയോടുള്ള പ്രണയം. പക്ഷേ ഭാഗ്യമില്ല, അവളെപ്പോലൊരു നല്ല കുട്ടിയെ അമ്മയുടെ മോന് വിധിച്ചിട്ടില്ല. അത് പറയുമ്പോൾ ഇടറുന്നുണ്ടായിരുന്നു അവൻ്റെ ശബ്ദവും വാക്കുകളും. ഒരു വേള ആ അമ്മയുടെ നെഞ്ചും ഒന്ന് പിടഞ്ഞു. എൻ്റെ മോനെ വിധിച്ചതാവില്ല അവൾ, മറന്നേക്ക്. എന്നിട്ട് അവളുടെ ഇഷ്ടത്തെ ചേർത്ത് വെക്ക്. ഉവ്, ത്രിലോക് അവൻ നല്ലവനാ. ദേഷ്യവും വാശിയുമുണ്ട്. അതിലുപരി നല്ലൊരു മനസ്സും. ശിവയെ സ്നേഹിക്കാതിരിക്കാൻ അവന് കഴിയില്ല. അത്രയും പാവമായ എൻ്റെ പെണ്ണ്. അത്ര കണ്ട് അവനെ സ്നേഹിക്കണുണ്ട്. അവർ മറുപടിയൊന്നും പറയാതെ അവനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു. എങ്കിലും ആ ഉള്ളു നീറുന്നത് അവർ അറിയുന്നുണ്ടായിരുന്നു. എന്താണ് അമ്മയും മോനും കൂടെ ഇവിടെ ഒരു രഹസ്യ ചർച്ച? പെട്ടെന്ന് പിറകിൽ നിന്ന് കേട്ട ശിവയുടെ ശബ്ദത്തിൽ അവർ ഇരുവരും ഒരു ഞെട്ടലോടെ നോക്കി. എന്നാൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന അവളുടെ മുഖം കാണെ തങ്ങൾ സംസാരിച്ചതൊന്നും അവൾ കേട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി. ആഹാ, തമ്പുരാട്ടി രാവിലെ തന്നെ എത്തിയല്ലോ. അല്ല, എന്തു പറ്റി പതിവില്ലാതെ ഇവിടേക്കൊക്കെ വരാൻ? നിന്റെ നന്ദേട്ടൻ്റെ അനുവാദം ചോദിച്ചിട്ട് തന്നെയാണോ ഓടി വന്നത്? അതോ പുറകെ കാവടി തുള്ളി പരിവാരങ്ങളെയും കൊണ്ട് അവനിപ്പോൾ ഇങ്ങ് എത്തുവോ? പുച്ഛത്തോടെ ചുണ്ടുകൂട്ടിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ശിവ
കണ്ണുരുട്ടിക്കൊണ്ട് അവൻ്റെ കയ്യിൽ കളിയായി ഒന്ന് തല്ലി. പോയി കുളിച്ചിട്ട് വാ, അമ്പലത്തിൽ പോകണം. നീ അമ്പലത്തിൽ പോകുന്നതിന് ഞാൻ എന്തിനാ പെണ്ണേ കുളിക്കണേ? അവൻ ഒരു പുരികം ഉയർത്തി സംശയരൂപേണ ചോദിച്ചു. ദേ ഏട്ടാ, രാവിലെ തന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. പോയി റെഡിയായി വാ. നിനക്ക് വേഗം വീട്ടിൽ പോകാനുള്ളതാ. ചെന്ന് റെഡിയായി വാ. ഓ, ഇത്ര തിടുക്കത്തിൽ ഓടിപ്പോയി ആ അടുക്കളയിൽ കിടന്ന് ദേഹം അനങ്ങാത്തതിന് ഒക്കെ വെച്ചു വിളമ്പാനല്ലേ? നീ പതിയെ പോയാൽ മതി. ധ്രുവിൻ്റെ ആ വാക്കുകളിൽ വല്ലാത്തൊരു നീരസം കലർന്നിരുന്നു. കയ്യിലിരുന്ന പാത്രം ടേബിളിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒന്നിച്ചുള്ള അമ്പല ദർശനം കഴിഞ്ഞ് ഇരുവരും ഒന്നിച്ചു പുറത്തേക്ക് ഇറങ്ങി. തൻ്റെ നെറ്റിയിൽ പ്രസാദം തൊടുന്നതിൻ്റെ ഒപ്പം ശിവ അവനും തൊട്ടുകൊടുത്തു. നിനക്ക് ഒരുവട്ടം പറയാനുണ്ട്. അതിനു കൂടെ വേണ്ടിയിട്ടാ ഏട്ടനെയും കൂട്ടി വന്നത്. അവനോടൊപ്പം മുന്നോട്ട് നടക്കുന്നതിൻ്റെ ഇടയിലായി അവൾ മെല്ലെ പറഞ്ഞു. അത് ഞാൻ ഊഹിച്ചു. ആട്ടെ, എന്താ അപ്പം പുതിയ പ്രശ്നം? ആദ്യം അത് കേൾക്കട്ടെ. നാളെ എൻ്റെ വിവാഹമാണ്. ഒരു വേള അവളിൽ നിന്ന് വന്ന വാക്കുകളിൽ കാലുകൾ നിലത്തുറച്ചതുപോലെ ധ്രുവ് ഞെട്ടലോടെ നിന്നുപോയി. ഞെട്ടണ്ട, ഞാൻ പറഞ്ഞത് സത്യമാണ്. നാളെ രാവിലെ കാവിൽ വെച്ച്. എന്താ ഉള്ളിലെന്ന് അറിയില്ല. പക്ഷേ എന്നെ എത്രയും വേഗം വേലി കഴിക്കണമെന്ന് നന്ദേട്ടന് ഒരേ വാശി. എൻ്റെയും ആഗ്രഹം അതല്ലേ, ആ ആളുടേത് മാത്രമാവാൻ. ശിവ ഒരു പുഞ്ചിരിയോടെ പറയുമ്പോൾ ധ്രുവിൻ്റെ കണ്ണുകൾ മെല്ലെ കലങ്ങി. അത് അവളിൽ നിന്ന് ഒളിപ്പിക്കാൻ എന്നോണം അവൻ അല്പം വേഗത്തിൽ മുന്നോട്ട് നടന്നു. അവനോടൊപ്പം അവളും. ഏട്ടൻ എന്താ ഒന്നും പറയാത്തേ? ഞാൻ എന്ത് പറയാനാ പെണ്ണേ? എന്തായാലും നിന്റെ ആഗ്രഹം നടക്കാൻ പോകുകയല്ലേ, സന്തോഷമായി. അവൻ വരണ്ട ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഇനി എത്ര മണിക്കൂർ കൂടെയാണ് എൻ്റെ ആയുസ്സെന്ന് അറിയില്ല. പക്ഷേ മഴിക്കുന്നതിന് ഒരു നിമിഷം മുന്നെയെങ്കിലും എല്ലാവരും അറിയേ ആ താലി എൻ്റെ കഴുത്തിൽ വേണം. അത് ശിവയുടെ കൊച്ചു വാശിയാ. അവസാന ആഗ്രഹം എന്നും പറയാം. നീ എന്തൊക്കെയാ ശിവ ഈ പറയണേ? മരിക്കേ? ആര്? നിന്നെ അങ്ങനെ മരിക്കാൻ വിടോ ഞാൻ? ഇല്ല, എന്തൊക്കെ സംഭവിച്ചാലും നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. വാശിയോടെ അവൻ പറയുമ്പോൾ ശിവ ആ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി. ഞാൻ ചിലതൊക്കെ ഉള്ളിൽ കരുതിയിട്ടുണ്ട്, അതേ നടക്കൂ. വല്ലാത്തൊരു ശബ്ദത്തിൽ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മെല്ലെ മുന്നോട്ട് നടക്കുമ്പോൾ ധ്രുവ് തറഞ്ഞു നിന്നു. എന്താ ഇവിടെ ഒരു ചർച്ച? വാര്യരും സാവിത്രിയമ്മയും പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് എന്തൊക്കെയോ കാര്യമായി സംസാരിക്കുന്ന തൻ്റെ മക്കളെയും മരുമക്കളെയുമാണ്. ഒന്നുമില്ല അച്ഛാ, അശോകേട്ടൻ പറയുക ഈ തറവാട്ടിലെ അടുത്ത തലമുറയിലെ ആദ്യ വേളിയല്ലേ, അപ്പോൾ പിന്നെ ഒട്ടും കുറയ്ക്കണ്ടെന്നേ. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേന്ന് തെളിച്ചു പറയാ, എന്നാലേ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അയാൾ അതും പറഞ്ഞ് ചാരു കസേരയിലേക്ക് ഇരുന്നു. അടുത്തായി സാവിത്രിയമ്മയും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഈ ഹൽദിയും മെഹന്തിയിടയിലൊക്കെ നടത്താറുണ്ട്. ശിവയ്ക്ക് പിന്നെ അതിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. എങ്കിലും പിള്ളേരുടെ ഒരു സന്തോഷത്തിന് ഇന്ന് വൈകിട്ട് ചെറിയൊരു പാർട്ടി വയ്ക്കാമെന്ന അശോകേട്ടൻ പറയുന്നത്. ആഹാ, എന്ത് പറ്റി അശോകന്? നല്ല ബുദ്ധിയൊക്കെ ഉദിച്ചു തുടങ്ങിയോ? തന്നെ തീർത്തും പരിഹസിക്കുന്ന വാക്കുകൾ കേട്ട് അയാളുടെ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊന്നിയെങ്കിലും പുറമെ ഒരു പുഞ്ചിരി എടുത്തണിഞ്ഞു അയാൾ. എൻ്റെ മകന് ശിവയെ മതി എന്നാണെങ്കിൽ ഞാൻ പിന്നെ വാശി കാണിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. പിന്നെ ഇവിടെയുള്ള എല്ലാവരും അവളെ മാറ്റി നിർത്തിയപ്പോൾ ഞാനായിട്ട് അതിന് മാറ്റം വരുത്തിയില്ല എന്നേ ഉള്ളൂ. അല്ലാതെ ആ കുട്ടിയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല അച്ഛാ. ഇനിയിപ്പോൾ ദേഷ്യം കാണിച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ. നാളെ എൻ്റെ മരുമകളല്ലേ അവൾ. അയാൾ അത്യധികം വിനയം വാരി വിതറിക്കൊണ്ട് പറയുമ്പോൾ വാര്യരും സാവിത്രിയമ്മയും യുടെയും മുഖം ഒന്ന് തെളിഞ്ഞു. ഓണം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മടങ്ങിപ്പോകും. പോകുമ്പോൾ ശിവയെ കൂടെ കൊണ്ടുപോകും. ഇനി അവൻ്റെ കൂടെ ആണല്ലോ അവൾ വേണ്ടത്. കേട്ടിരുന്നവർക്കൊക്കെ അതൊരു ഞെട്ടലായിരുന്നു. അതിലുപരി അശോക് തന്നെയാണോ ഈ പറയുന്നത് എന്നുള്ള അമ്പരപ്പും. ഈ നേരമാണ് ശിവ അമ്പലത്തിൽ നിന്ന് മടങ്ങി വരുന്നത്. ഒരു വേള അവളെ കണ്ട് പല മുഖങ്ങളിലും പല വികാരങ്ങൾ നിറഞ്ഞു.